ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ മമ്മൂക്കയുടെ കുറച്ച് നാളായി വെയിറ്റ് ലിസ്റ്റിലുള്ള സിനിമ ബസൂക്കയുടെ ട്രെയിലർ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്രെയിലറിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. ട്രെയിലർ ഫുൾ കണ്ടതിന് ശേഷം നമുക്കതിൻ്റെ റിയാക്ഷനിലേക്ക് പോകാം. അപ്പോൾ ട്രെയിലർ എന്തായാലും നോക്കാം. ഐഫോണിൻ്റെ സൗണ്ടാണ്. തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോരുന്നു. എനിക്ക് വെറുതെ തലവേദന ഉണ്ടാക്കി വെക്കും. സാർ എന്താ സാർ ഈ പറയുന്നത്? ദ ഗ്രേറ്റ് ഷാഡോ ഗാങ്ങിനെ പോലും മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഗാങ്സ്റ്റേഴ്സിനെ ഞങ്ങൾ എങ്ങനെ തൊടാനാ എന്താ ബെഞ്ചമിനോടൊരു ബഹളം? നിങ്ങൾ എവിടെയാ സാർ? അത് പോപ്കോൺ സാർ. ഞങ്ങള് സെക്കൻഡ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പടം കണ്ടു വിളിക്കാം സാർ. ഓക്കെ. ഒന്നിൽ തുടങ്ങി 100-ൽ അവസാനിക്കുന്ന ഗെയിം. A game between good and bad. So then who are you? Hey buddy, get ready for the game. It's tuxedo time. Every time I pull up in a hockey mask, I'ma put a hater in a body bag. I spit nothing but facts, go get the polygraph. അപ്പൊ പണിയാണ്. 8-2-16. ഈ കഥയിൽ നിങ്ങളുടെ റോൾ? നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല ഭായി. ഫ്രാൻസിൻ്റെ ഡയലോഗ്. ഉഗ്രൻ ട്രെയിലറാണ്. കുറേ ഇൻസ്പിറേഷൻസ് ഉണ്ട് ട്രെയിലറിനകത്ത്. ഫസ്റ്റ് ആ ഓപ്പണിംഗ് ഷോട്ടിൽ വരുന്ന ആ ഗൗതം വാസുദേവ് മേനോനും ആക്ട്രസും കൂടെ കാറിയിരിക്കുകയും ആ ഫൈറ്റ് നടക്കുകയും ചെയ്യുന്ന സീൻ, അത് ശരിക്കും ഗോതം എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഉണ്ട്. ബാറ്റ്മാൻ്റെ ചെറുപ്പകാലത്തിന് കാണിക്കുന്ന ഒരു വെബ് സീരീസാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി ഉള്ള വെബ് സീരീസിലൊന്നാണത്. അതിൽ ഉള്ള ഷോട്ട്, ഐ മീൻ വളരെ ഫ്രീക്വൻ്റ്ലി അതിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു ഷോട്ടാണത്. ഒരു ഗള്ളിക്കകത്ത് ഫൈറ്റ് നടക്കുന്നതും അതിൻ്റെ അകത്തൊരു പിന്നെ ബാക്കിലൊരു സ്മോക്ക്, ആ സ്മോക്കിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് വില്ലന്മാർ ഫൈറ്റ് ചെയ്യുന്നു. ആ ക്യാമറ ആംഗിൾ സ്ട്രെയിറ്റ് ഫോർവേഡ് വന്നിട്ട് ടേൺ ചെയ്ത് കാറിൻ്റെ അകത്തോട്ട് കാണിക്കുന്നത്. അത് കാറിൻ്റെ ടെയിൽ ലാമ്പ് ഓണായിരിക്കും. അത് വളരെ ഫ്രീക്വൻ്റായിട്ട് കാണിക്കുന്നൊരു ഷോട്ടാണ്. ഇതിൻ്റെ കൂടെ മഴയും കൂടെ ഉള്ള സീൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ അത് ഹെവിലി ഇൻസ്പയർഡാണ്. അത് കഴിഞ്ഞ് അവർ ആ ഫൈറ്റ്, ആ ഗൺ ഷൂട്ട് ചെയ്യുന്ന സീനിൽ അവരുടെ ഷർട്ടിൻ്റെ കളർ നല്ല ഉഗ്രൻ കളർ ഗ്രേഡിംഗ് ആണ്. ബാക്കിലൊരു റെഡിഷ് കളറുണ്ട്. ആക്ട്രസ് ഇട്ടേക്കുന്ന ഷർട്ട് ഗ്രീനാണ്. ഗൗതം വാസുദേവൻ ഇട്ടേക്കുന്ന ഷർട്ട് ഇത് ബ്ലൂ ആണ്. നല്ല കളർ ഗ്രേഡിംഗ് ഉള്ള സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന കളറാണ്. അപ്പോൾ ഒരുപാട് ഡീറ്റെയിലിംഗ്, ഒരുപാട് ശ്രദ്ധിച്ചെടുത്തിട്ടുള്ള ഫ്രെയിംസാണ്. അത് ഈ സിനിമയിൽ ഒട്ടാകെ കാണാൻ പറ്റുന്നു. നല്ല ഉഗ്രനായിട്ടുള്ള സിനിമാറ്റോഗ്രാഫി. പിന്നെ അത് കഴിഞ്ഞ് ഉള്ള സിനിമ മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷനും പിന്നെ ഗെയിമിൻ്റെ ഇൻട്രൊഡക്ഷനും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് കോട്ടിട്ടുകൊണ്ട് വരുന്ന സിനിമ എനിക്ക് തോന്നുന്നു ഗ്രേറ്റ് ഫാദറിന് ശേഷം ഇപ്പം ആദ്യമായിട്ടാണ് നമുക്ക് ഇത്ര സ്റ്റൈലിഷ് ആയിട്ടൊരു ഇൻട്രോ വരുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ഇൻട്രോ ആയിരിക്കും തോന്നുന്നു. പിന്നെ ഒരു ജോൺ വിക്ക് റെഫറൻസ് ഉണ്ട് കോട്ടൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും. പിന്നെ ഈ ബസൂക്ക എന്ന ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ആ ടൈറ്റിലിൽ ഒരു സ്ക്വയർ, ട്രയാങ്കിൾ, സർക്കിൾ ഇങ്ങനെ മാറി കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസായ സ്ക്വിഡ് ഗെയിം എൻ്റെ സീരീസിൽ അവർ ധരിച്ചിരിക്കുന്ന മാസ്ക് നോക്കിക്കഴിഞ്ഞാൽ ആ മാസ്കിൻ്റെ പുറത്ത് ട്രയാങ്കിൾ, സ്ക്വയർ, സർക്കിൾ അങ്ങനെ ഉണ്ട്. അത് ഈ ഗെയിമിൻ്റെ അകത്തുള്ള ഓരോ തരത്തിലുള്ള ഒരാൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തായാലും നമ്മൾ മലയാളത്തിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ജോണറിലുള്ള സിനിമയാണ്. ഉഗ്രം മ്യൂസിക്കാണ്. ഇതിൻ്റെ DOP ആയാലും പിന്നെ മ്യൂസിക് ആയാലും നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ അവരത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാൻസിന് മൊത്തത്തിൽ അറമാദിക്കാൻ പറ്റുന്നൊരു പടമായിരിക്കും. പിന്നെ ഓഗസ്റ്റ് 15 ട്രെയിലർ വന്നതുകൊണ്ട് ഈവൻ ദോ റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഓണത്തിനായിരിക്കും പടം ചാർട്ട് ചെയ്യപ്പെടാൻ പോകുന്നത്. ഉഗ്രനായിട്ടുള്ള പടമായിരിക്കും. നമ്മുടെ ഡിനോ ഡെന്നിസ് ആണ് ഇതിൻ്റെ ഡയറക്ടർ. അദ്ദേഹം കഥ പറയാൻ വരികയും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡയറക്ടറായി മാറ്റുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തായാലും വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു സിനിമയാണ് ബസൂക്ക. ഇതിൻ്റെ ട്രെയിലർ നല്ല പടക്കൻ ട്രെയിലറാണ്. എല്ലാ മാസ് എലമെൻസും ചേർത്തുകൊണ്ടുള്ള ട്രെയിലറാണ്. എന്തായാലും നല്ല വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.